അങ്ങനെ ഇതാ ഞങ്ങള് ലുലു മോളിന്റെ അകത്തെത്തി. ഷുബിന് സ്ട്രോളറിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവള് വളരെ കംഫർട്ടബിൾ ആയിട്ട് അതിലിരുന്നോളും. ഞങ്ങൾ അങ്ങനെ എല്ലാ കടയും കയറി ഇറങ്ങി മൊത്തമായിട്ട് ഒരു അനലൈസ് നടത്തുമായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ ലുലു ഫാഷനിൽ കയറി. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. കിഡ്സിന്റെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഷൂട്ടൂന് 2 ഡ്രസ്സ് എടുത്തു. അത്രേ വാങ്ങിയുള്ളൂ. അങ്ങനെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഷുഡു ടോയ്സിന്റെ ഏരിയ ഒക്കെ കണ്ട് പിന്നെ അവൾ അങ്ങോട്ടേക്കായി അവളുടെ ചായ്വ്. ഇതുവരെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പം അവൾ വലുതാവുന്നതിനനുസരിച്ച് അങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറെ ടോയ്സ് എടുത്ത് കാണിച്ചു കൊടുത്തു. അവൾ അതൊക്കെ വേണ്ട 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 എന്ന് പറഞ്ഞു. എന്താ അറിയില്ല, അവൾക്ക് അങ്ങനെ ഭയങ്കരമായ അതിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അവൾക്ക് ഇഷ്ടമാണ്, ബോള് ഇഷ്ടമാണ്. ബോള് കാണുമ്പം ബോള് ബോള് ഇങ്ങനെ പറയും. പക്ഷെ ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ കുറച്ചൊരു അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല. ഇങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കായിരുന്നു, ഇത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അറ്റ് ലാസ്റ്റ് അവൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഇത് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതും കൂടെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് കുറച്ച് കറങ്ങി ഇറങ്ങി. പിന്നെ അടുത്ത് നമ്മുടെ കൺഫ്യൂഷൻ എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ളതായിരുന്നു. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി റഹ്മത്തിൽ പോണോ അതോ പാരഗണിൽ പോണോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അറ്റ് ലാസ്റ്റ് നമ്മൾ പാരഗണിൽ തന്നെ പോയി ബിരിയാണി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ പാരഗണിലെത്തി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ പിന്നെ പറയേണ്ട ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടാണ് അവരെ നമ്മളെ അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മുടെ യമ്മിയസ്റ്റ് പാരഗൺ ഫേമസ് ബിരിയാണി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറി. ചുട്ടു പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഉറങ്ങി. അതാണ് കുറച്ചും കൂടെ ഒരു സേഫസ്റ്റ് സൈഡ്. അല്ലെങ്കിൽ അവൾ അടങ്ങിയിരിക്കുകയില്ല. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. ഭയങ്കര സൈഡായിരുന്നു ബിരിയാണി കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മുടെ ഫേമസ് സിനി കേക്ക്സ് എന്ന് ഞങ്ങൾ ചുമ്മാ ഒരു ചെറിയ ആനിവേഴ്സറി കേക്കും കൂടെ വാങ്ങിച്ചു. അതൊക്കെ കട്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആനിവേഴ്സറി വിശേഷങ്ങൾ.